അമേരിക്കയിൽ സാധനങ്ങളുടെ വില തീപിടിച്ചിരിക്കുന്നു, പണപ്പെരുപ്പം കൂടിയിരിക്കുന്നു. കുറഞ്ഞത് 25-30% എല്ലാ സാധനത്തിനും വില കൂടി. ട്രംപ് എന്ത് ചെയ്താലും അങ്ങനെ വില കൂടിയാൽ ആളുകൾ സഹിക്കുമോ? ചോദ്യം അതാണ്. അടിസ്ഥാനപരമായി അമേരിക്കൻ ജനതയ്ക്ക് ട്രംപ് ഉണ്ടാക്കിയിരിക്കുന്ന ബാധ്യത എന്ന് പറയുന്നത് സാധനങ്ങളുടെ വിലക്കയറ്റമാണ്. ഇതിനെ എങ്ങനെ മറികടക്കുമെന്നതാണ് വാസ്തവത്തിൽ. അമേരിക്കയുടെ നാശം ട്രംപ് ചോദിച്ചു വാങ്ങിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഇനി ട്രംപ് വിചാരിച്ചാൽ ഇന്ത്യ തകരുമോ? ഒരിക്കലുമില്ല. താൽക്കാലികമായ പ്രതിസന്ധിയായിരിക്കും. അതിനെ അതിജീവിക്കാൻ GSTയിലെ പൊളിച്ചെഴുത്തടക്കം നിരവധി കാര്യങ്ങൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലുള്ള അച്ചുതണ്ട് ശക്തമാക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു. അതിശക്തമായ രീതിയിലുള്ള വ്യാപാര ബന്ധത്തിന്റെ സാധ്യത തെളിഞ്ഞിരിക്കുന്നു. മോദി ഇപ്പോൾ ജപ്പാനിലാണ്. ജപ്പാനിൽ ചെന്ന മോദി ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. 2 ദിവസത്തിനകം മോദി നേരെ പോകുന്നത് ചൈനയ്ക്കാണ്. ചൈനീസ് പ്രസിഡന്റ് തന്നെ മോദിയെ സ്വീകരിക്കാനെത്തും. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ ആരംഭിക്കും. ഈ ഡിസംബർ ആകുമ്പോഴേക്കും റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യയിലേക്ക് വരും. അങ്ങനെ ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലുള്ള ആത്മബന്ധം വർദ്ധിക്കും. ഇത് സുലിവാൻ പറയുന്നുണ്ട്. ഇനി എന്തെല്ലാം വിട്ടുവീഴ്ച ചെയ്താലും ഇനി 25% പിൻവലിച്ചു എന്ന് കരുതുക. ഈ ബേസ് റേറ്റ് 25% നിലനിർത്തിയെന്ന് കരുതുക. അങ്ങനെ നിലനിർത്തിയാലും ഇന്ത്യക്ക് അമേരിക്കയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഇന്ത്യക്ക് മാത്രമല്ല, ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ അമേരിക്കയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഇതുവരെ സൗഹൃദ രാജ്യങ്ങളായിരുന്നു ജപ്പാനും കൊറിയയും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ അമേരിക്കയെ ആശങ്കയോടെ സംശയത്തോടെ കാണുന്നു. അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് മനസ്സിലാക്കുന്നു. അമേരിക്കയെ മാത്രം ആശ്രയിച്ചുള്ള സാമ്പത്തിക നയം ഉപേക്ഷിക്കും. അവർ ബദൽ വഴികൾ കണ്ടെത്തും. ഇതാണ് ചൈന കാത്തിരുന്ന അവസരം. ചൈന സാങ്കേതികമായും സാമ്പത്തികമായും സൈനികമായും വളരെ മുൻപിലാണ്. ചൈനയുടെ സാമ്പത്തിക നില നമുക്കൊക്കെ ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചൈന ലോക പോലീസ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൈനയ്ക്കെതിരെ ഇന്ത്യയെ ചേർത്ത് പിടിച്ച് ഒരു ജനാധിപത്യ സഖ്യം നിലനിർത്തേണ്ട ട്രംപ് ഇന്ത്യയെ തള്ളി ചൈനീസ് ക്യാമ്പിലേക്ക് വിട്ടിരിക്കുന്നു എന്നാണ് സുലിവാന്റെ വിമർശനം.